നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബ്രീസ് ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള SCERT സിലബസിലുള്ള 10ാം സ്റ്റാൻഡേർഡിലെ ഹിന്ദി വിഷയം ആസ്പദമാക്കിയുള്ള ക്ലാസ്സിൻ്റെ 2ാം ഭാഗം ആരംഭിക്കുകയാണ്. ഇക്കായി 1 അതായത് 1ാം അധ്യായത്തിലെ ലെസൺ ആയ ബീർബഹുട്ടി കഹാനി അഥവാ കഥയിലെ പേജ് നമ്പർ 9, 10, 11 എന്നിവ നമുക്ക് പഠിച്ചാലോ? കൂട്ടുകാരെല്ലാവരും തയ്യാറല്ലേ? എല്ലാവരും പുസ്തകവും നോട്ട്ബുക്കും പെൻ എന്നിവ കരുതിയിട്ടുണ്ടല്ലോ. നമുക്ക് പാഠത്തിലേക്ക് പോയാലോ? ഈ കഥയിലെ കഥാപാത്രങ്ങൾ നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ. इस कहानी के पात्र कौन कौन है? आप लोगों को याद है ना? എല്ലാവരും ഓർക്കുന്നുണ്ടോ? അതെ, ഗുഡ്, യെസ്. സാഹിൽ ഔർ ബേല. ഏറ്റവും സന്തോഷകരമായ സാഹിലിൻ്റെയും ബേലയുടെയും സ്കൂൾ ജീവിതത്തിൽ അവർക്ക് പിരിയേണ്ടി വന്നു. അങ്ങനെ പിരിയേണ്ടി വന്ന സാഹിലും ബേലയും ഇവരുടെ വേർപിരിയലിൻ്റെ വേദനയാണ് നമ്മൾ ഈ കഹാനിയിലൂടെ അല്ലെങ്കിൽ കഥയിലൂടെ പഠിക്കുന്നത്. ഈ കഥയുടെ ലേഖകൻ്റെ പേരെന്താ? ലേഖക നാം ക്യാ ഹേ? പ്രഭാത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നു പ്രഭാത് ലേഖകനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 9 ആരംഭിക്കാം. പേജ് നമ്പർ 9 शुरू करें. देखिए अपना पाठ्यपुस्तक में 1981 का साल. राजस्थान में जयपुर के नज़दीक सवारी गाड़ियाँ और मालगाड़ियों से सदा फरा फुलेरा जंक्शन. कस्बे की लगभग सूनी तंग गलियाँ. गलियों में खामोश खड़े बिजली के खंभे. खंभों के बीच खिंची तारों की कतारें. इन गलियों में जहाँ तहाँ दिखाई पड़ते मीठी खंडियाँ बजाते फेरी वाले. एक अंधेरी सी गली में 6-7 गधों की खुरों की टापों की आवाज़ें. उनके पीछे चलता एक बदन उखाड़े कुम्हार. इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे बेला और साहिल. उन दिनों पेन में 5 पैसे में नीली स्याही फरी जाती थी. स्टेशनरी की दुकान वाले ड्रॉपर से पेन में स्याही फरते थे. ഇനി നമുക്ക് നമ്മൾ വായിച്ച ഈ പാരഗ്രാഫിൻ്റെ മലയാളം നോക്കിയാലോ? മലയാളം അർത്ഥം 1981 1981 का साल. 1981 വർഷം. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा फरा फुलेरा ജംഗ്ഷൻ. എന്താണ് ആ മീനിങ് എന്ന് നമുക്ക് നോക്കാം. രാജസ്ഥാനിലെ ജയ്പൂരിന് സമീപം എപ്പോഴും जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा फरा फुलेरा जंक्शन. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നോക്കാം ഒന്നുകൂടി. രാജസ്ഥാനിലെ ജയ്പൂരിന് സമീപം എപ്പോഴും യാത്രാവാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും കൊണ്ട് നിറഞ്ഞ ഫുലേര ജംഗ്ഷൻ. और मालगाड़ियों से सदा फरा फुलेरा जंक्शन. മാൽഗാഡി മീനിങ് ക്യാ ഹേ? മാൽഗാഡി ചരക്ക് വാഹനങ്ങൾ അല്ലെങ്കിൽ ചരക്ക് സാധനങ്ങൾ കയറ്റിക്കൊണ്ടുവന്ന വാഹനങ്ങൾ. और കസ്ബേ കി ലഗ്ഭഗ് സൂനി തങ് ഗലിയാം. നമ്മൾ കസ്ബ എന്നുള്ള വേർഡ് നേരത്തെ പഠിച്ചായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താ മീനിങ്? കസ്ബയുടെ ചെറുപട്ടണം. അപ്പോൾ ചെറുപട്ടണങ്ങളിലെ ഏറെക്കുറെ വിജനവും ഇടുങ്ങിയതുമായ തെരുവുകൾ. തെരുവുകൾക്ക് ഇവിടെ എന്താ വേർഡ്?
गलियां. नेक्स्ट सेंटेंस, गलियों में खामोश खड़े बिजली के खंभे. തെരുവുകളിൽ നിശബ്ദമായി ഖാമോഷ് നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ. ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് വേർഡ് എന്താ നമ്മൾ പഠിച്ചത്? ബിജലി കെ ഖംഫെ. ഖംഫ മീൻസ് പോസ്റ്റ് അല്ലെങ്കിൽ തൂണെന്നൊക്കെ മീനിങ് വരും. ബിജലി ഇലക്ട്രിക് കറണ്ട്. ഖംഫോ കെ ബീച്ച് ഖിഞ്ചി താരോങ്കി കതാരേം. ഇങ്ങനെയുള്ള ഈ പോസ്റ്റുകളുടെ ഇടയ്ക്ക് വലിച്ചു കെട്ടിയ കമ്പികളുടെ നിരകൾ കതാരേം നിരകൾ. ഇൻ ഗലിയോമേം ജഹാൻ തഹാൻ ദിഖായി പടുത്തെ മീട്ടി ഖണ്ടിയാം ബജാത്തെ ഫേരി വാലെ. ഈ ഫേരി വാലെ എന്താ? കച്ചവടക്കാർ. ഈ തെരുവുകളിലൊക്കെ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് തെരുവ് കച്ചവടക്കാർ. ഈ തെരുവുകളിൽ ഇൻ ഗലിയോമേം ജഹാൻ തഹാം ദിഖായി പടുത്തെ മീട്ടി ഖണ്ടിയാം ബജാത്തെ ഫേരി വാലെ. ഈ തെരുവുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയും മധുരമായ ശബ്ദത്തിൽ മണിമുഴക്കി അങ്ങിങ്ങ് സാധനങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുന്ന കച്ചവടക്കാർ. एक अंधेरी सी गली में 6-7 गधों की खुरों की टापों की आवाज़ें. आवाज़ शब्द, शब्दम, साउंड. एक अंधेरी सी गली में 6-7 गधा, गधा कഴുത, खुरों की टापों की आवाज़ें. खुര മീൻസ് എന്താ? ഖുര മീൻസ് കുളമ്പ്. ഇരുട്ട് വ്യാപിച്ചതുപോലെ തോന്നുന്ന ഈ തെരുവിൽ 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദങ്ങൾ. ഉൻകെ പീछे ചൽത്താ ഏക് ബദൻ ഉഖാടെ കുംഹാർ. അവയ്ക്ക് പിന്നാലെ ഉൻകെ പീछे നടക്കുന്ന ഷർട്ടിടാത്ത ഒരു കുശവൻ. इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे बेला और സാഹിൽ. ഇപ്പം ഈ കാഴ്ചകളുടെ ഇടയിലൂടെ കടന്നു വരുന്ന 2 സ്കൂൾ കുട്ടികൾ. ആരൊക്കെയാ അവർ? കോൻ ഹേ വോ? ബേല और സാഹിൽ. उन दिनों पेन में 5 पैसे में നീലി സ്യാഹി ഫരി ജാതി ഥി. ഈ സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ പേനയിൽ 5 പൈസയ്ക്ക് നീലമഷി നിറയ്ക്കാമായിരുന്നു. സ്റ്റേഷനറി കി ദുക്കാൻ വാലെ ഡ്രോപ്പർ സേ പെൻമേം സ്യാഹി ഫർത്തെ ഥേ. സ്റ്റേഷനറി കച്ചവടക്കാർ, സ്റ്റേഷനറി ദുക്കാൻ വാലെ കച്ചവടക്കാർ ഡ്രോപ്പർ കൊണ്ട് പേനയിൽ മഷി നിറയ്ക്കുമായിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. പെൻമേം കുച്ച് സ്യാഹി बची थी, उसे साहिल ने जमीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. बेटा, स्याही की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. लेकिन इसने तो पेन में जो स्याही थी उसे भी ज़मीन पर छिड़क दिया. बेला बोली. बादल को देखकर खड़े को नहीं ढुलाना चाहिए, दुकान वाले ने भैया ने कहा और पूछा, कौन सी में पढ़ती हो? 5वीं में. साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. दोनों दुकान वाले भैया ने कहा. हाँ, दोनों. और हम दोनों का सेक्शन भी एक ही है, ए. बेला ने ऐसे खुश होकर बताया जैसे यह कोई बहुत बड़ी बात हो. क्लास में दोनों पास पास बैठते थे. कॉपी में काम करते तो दोनों कॉपी में काम करते थे. किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमक उठी. सन 57 में वह तलवार पुरानी थी,
पढ़ता तो बेला भी। चमकुटी मन 57 में, वह तलवार पुरानी थी, पढ़ती थी। बेला कहती, बहन जी पानी पीने चली जाओ। साहिल भी कहता, बहन जी पानी पीने चला जाओ। गणित के माठ साहब सुरेंद्र जी का पीरियड खेल खंडी के बाद आता था। बच्चे उनसे कामते थे और खेल खंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे। सुंदर जी माठ साहब इसी पीरियड में कॉपी जांचते थे। जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या चापट मारने लगते थे। उनका हाथ चलना शुरू होता तो रुकना भूल जाता था. കൂട്ടുകാർക്ക് ഇത്രയും മനസ്സിലായല്ലോ. നമുക്ക് ഇനി ഈ പാരഗ്രാഫിൻ്റെ മലയാളം അർത്ഥം നോക്കാം. पेन में कुछ स्याही बची थी. പേനയിൽ കുറച്ച് സ്യാഹി മഷി മിച്ചമുണ്ടായിരുന്നു. ബച്ചി थी. उसे साहिल ने जमीन पर छिटक दिया. സാഹിൽ ആ ബാക്കിയുള്ള മഷി എന്ത് ചെയ്തു? നിലത്തേക്ക് ഒഴിച്ചു കളഞ്ഞു. नई स्याही परवाने के लिए दोनों दुकान पर पहुंचे. नई स्याही പുതിയ മഷി പർനെ के लिए നിറയ്ക്കാനായിട്ട് दोनों രണ്ടുപേരും ദുക്കാൻ पर पहुंचे വീണ്ടും കടയിലെത്തി. രണ്ടുപേരും കടയിലെത്തി. एक पेन स्याही भर दो. साहिल से पहले ही बेला ने दुकान वाले से कहा. എന്താ പറഞ്ഞത്? ഒരു പേന മഷി നിറച്ചു തരൂ. സാഹിലിനേക്കാൾ മുൻപ് തന്നെ ബേല ഷോപ്പ് കീപ്പർ അഥവാ കച്ചവടക്കാരനോട് പറഞ്ഞു. बेटा स्याही की बोतल अभी अभी खाली हो गई है. अब तो कल ही मिल पाएगी. എന്താണ് അപ്പോൾ നമ്മുടെ കടക്കാരൻ മറുപടി പറഞ്ഞത്? മോനെ, മഷിക്കുപ്പി ഇപ്പോൾ കാലിയായതേ ഉള്ളൂ, ഇനി നാളെയേ കിട്ടുകയുള്ളൂ. ആര് പറഞ്ഞു? ആരാ? കിസ്നെ കഹാ? ദുക്കാൻദാറിനെ കഹാ. ലേക്കിൻ ഇസ്നെ തോ पेन में जो स्याही थी उसे भी जमीन पर छिड़क दिया. बेला बोली. എന്താ? പക്ഷേ ഇവൻ പേനയിലുണ്ടായിരുന്ന മഷി നിലത്തേക്ക് കുടഞ്ഞു കളഞ്ഞല്ലോ എല്ലാം. ബേല പറഞ്ഞു. ബേല ബോലി. बादल को देखकर खड़े को नहीं ठुलाना चाहिए. दुकान वाले भैया ने कहा और पूछा, कौन सी में पढ़ती हो? അവിടെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ബാദൽ കോ ദേഖ്കർ ഖഡേ കോ നഹി ഠുലാന ചാഹിയെ ദുക്കാൻദാറിനെ ഐസ ക്യോം കഹ. എന്തുകൊണ്ടാണ് ബാദൽ കോ ദേഖ്കർ ഖഡേ കോ നഹി ഠുലാന ചാഹിയെ എന്ന് ദുക്കാൻദാർ അല്ലെങ്കിൽ കച്ചവടക്കാരൻ അങ്ങനെ പറഞ്ഞതിന് കാരണമെന്ത് എന്നാണ് ചോദ്യം. നമുക്ക് പ്രശ്നവും കാ ഉത്തർ അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ ഉത്തരം അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ തൽക്കാലം മീനിങ്ങിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരാം. बादल को देखकर खड़े को नहीं ठुलाना चाहिए. दुकान वाले भैया ने कहा और पूछा, कौन सी में पढ़ती हो? മേഘങ്ങളെ കണ്ട് അല്ലെങ്കിൽ മേഘം കണ്ടിട്ട് കുടം അറിയാലോ, കുടം കുടം ഖടേക്കോ നഹീൻ ഠുലാന ചാഹിയെ. ഈ മേഘം കണ്ടിട്ട് കുടം ചരിച്ചു കളയരുത്, കച്ചവടക്കാരൻ പറഞ്ഞു. ദുക്കാൻ വാല ഭയ്യാനെ കഹ ഔർ പൂച്ച. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, കോൺസി മേം പഠിത്തേ ഹോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ച്വി മേം. അപ്പോൾ ഉത്തരം പറഞ്ഞു, 5ാം ക്ലാസ്സിൽ. പാഞ്ച്വി മേം 5th സ്റ്റാൻഡേർഡ്, 5ാം ക്ലാസ്സിൽ. साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में പഠന പാപ് ഹോ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പാപമാണ് എന്നുള്ള വിധത്തിലാണ്
ഇഷ്ടമല്ലാത്ത രീതിയിലാണ് സാഹിൽ മറുപടി പറഞ്ഞത്. ദോനോ, രണ്ടുപേരുമോ? ദുക്കാൻ വാലെ ഭയ്യാനെ കഹ, കച്ചവടക്കാരനായ അദ്ദേഹം ചോദിച്ചു. ഹാ ദോനോ, और हम दोनों का सेक्शन भी एक ही है ये. അതെ, നമ്മൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെയും സെക്ഷനും ഒന്ന് തന്നെയാണ്. ഏ बेला ने ऐसे खुश होकर बताया जैसे एक कोई बहुत बड़ी बात हो. ബേല മറുപടി പറയുന്നത് കേട്ടപ്പോൾ, റിപ്ലൈ പറയുന്നത് കേട്ടപ്പോൾ തോന്നിയത് എന്താ? ഏതോ വലിയ കാര്യമാണ് ബേല പറയുന്നതെന്നാണ് തോന്നിയത്. ബേല വളരെ സന്തോഷകരമായിട്ടാണ് അതിന് മറുപടിയും പറഞ്ഞത്. ക്ലാസ് മേം ദോനോ പാസ് പാസ് ബൈഠേ ഥേ. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരുന്നത്. പാസ് പാസ്, നിയർ, അടുത്തടുത്താണ് ഇരുന്നത്. കോപ്പി മേം കാം കർത്തേ തോ ദോനോ കോപ്പി മേം കാം കർത്തേ ഥേ. കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട്ബുക്ക്. ഇവർ ബുക്കിൽ എഴുതുകയാണെങ്കിൽ രണ്ടുപേരും എഴുതും, ഒരുമിച്ച് ബുക്ക് എടുത്ത് അവർ എഴുതും. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ. പുസ്തകം വായിക്കുകയാണെങ്കിലോ രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് പുസ്തകം വായിക്കാറുള്ളത്. ബൽക്കി പാഠ് ഭി ഏക് ഹി പഠിത്തേ. മാത്രവുമല്ല, അവർ പാഠവും ഒരേ പാഠം തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്? വായിക്കുകയും ചെയ്തിരുന്നത്. നെക്സ്റ്റ് പഠിത്തേ. ബൽക്കി പാഠ് ഭി ഏക് ഹി പഠിത്തേ. മാത്രവുമല്ല, അവർ ഒരേ പാഠം തന്നെ വായിക്കുകയും ചെയ്യുമായിരുന്നു. साहिल चमकुटी सन 57 में वह तलवार पुरानी थी पढ़ता तो बेला भी चमकुटी सन 57 में वह तलवार पुरानी थी पढ़ती थी. ഇപ്പോൾ 57 തിളങ്ങിയിരുന്ന ആ വാൾ പഴയതായിരുന്നു എന്ന് നമ്മുടെ സാഹിൽ വായിച്ചാൽ ബേലായും അത് തന്നെ വായിക്കുമായിരുന്നു. ബേല കഹത്തി, ബേല പറയും, ബഹൻജി പാനി പീനെ ചലി ജാവൂ. സഹോദരി, ചേച്ചി വെള്ളം കുടിക്കാൻ പൊയ്ക്കോട്ടെ. സാഹിൽ ഭി കഹത്ത, സാഹിലും പറയും, ബഹൻജി പാനി പീനെ ചല ജാവൂ. സാഹിലും പറയും ഉടനെ അതുപോലെ, സഹോദരി വെള്ളം കുടിക്കാനായി പൊയ്ക്കോട്ടെ, വെള്ളം കുടിക്കാൻ പോകട്ടെ. ഗണിത് കെ മാട്ട് സാബ് സുരേന്ദർ ജി കാ പീരിയഡ് खेल खंडी के बाद आता था. കണക്കിൻ്റെ മാത്തമെറ്റിക്സ് ഗണിത് കെ മാട്ട് സാബ്, മാസ്റ്റർ സാബ് സുരേന്ദർ ജി കാ പീരീഡ് ഖേൽ ഖണ്ഡി കെ ബാദ് ആതാ ഥാ. മാത്തമെറ്റിക്സിൻ്റെ മാസ്റ്ററായ സുരേന്ദർ സാറിൻ്റെ പീരീഡ് ഡ്രിൽ പീരീഡിന് ശേഷമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പീരീഡ് ഖേൽ ഖണ്ഡെ കെ ബാദ് ആതാ ഥാ. बच्चे उनसे कामते थे और खेल खंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. കുട്ടികൾ സാധാരണ അദ്ദേഹത്തെ കാണുമ്പോൾ, ആരെ കാണുമ്പോഴാ? മാത്തമെറ്റിക്സിൻ്റെ സാറിനെ കാണുമ്പോൾ വിറയ്ക്കുമായിരുന്നുവിന് വാക്കെന്താ അവിടെ വേടെന്താ? കാംതേ ഥേ. ഡ്രിൽ പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ കുട്ടികൾ തങ്ങളുടെ സീറ്റുകളിൽ വന്ന് ഇരിക്കുകയും ചെയ്യുമായിരുന്നു. 2 മിനിറ്റ് പഹലെ ഹി അപ്നി അപ്നി ജഗഹോം പർ ആക്കർ ബൈഠ് ജാതേ ഥേ. ഡ്രിൽ പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ കുട്ടികൾ എന്ത് ചെയ്യും? അവരവരുടെ സീറ്റുകളിൽ വന്ന് ഇരിക്കുകയും ചെയ്യുമായിരുന്നു. സുരേന്ദർ ജി മാട്ട് സാബ് ഇസി പീരീഡ് മേ കോപ്പി ജാഞ്ച്തേ ഥേ. കോപ്പി മീൻസ് നോട്ട്ബുക്ക്, ജാഞ്ചന പരിശോധിക്കുക. അപ്പോൾ സുരേന്ദർ മാഷ് അല്ലെങ്കിൽ സുരേന്ദർ ജി സാർ, മാസ്റ്റർ സാബ് ഇസി പീരീഡ് മേ, ഈ പീരീഡിലാണ് കോപ്പി ജാഞ്ച്തേ ഥേ, കോപ്പി പരിശോധിക്കുന്നത്, നോട്ട്ബുക്ക് പരിശോധിക്കുന്നത്. जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या छापड़ मारने लगते थे. അപ്പോൾ ഈ മാത്തമെറ്റിക്സ് സാറ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിസ്സാര തെറ്റ് കണ്ടാൽ, ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് കുട്ടികളുടെ ഭാഗത്തുണ്ടായാൽ അല്ലെങ്കിൽ തെറ്റ് കണ്ടാൽ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റും.
इधर उधर फेंक देते थे या ചാപ്പട് മാർനെ ലഗ്തേ थे അല്ലെങ്കിൽ എന്ത് ചെയ്യും, അടിക്കുമായിരുന്നു. ചാപ്പട് മാർന അടിക്കുക, കുട്ടികളെ തല്ലുമായിരുന്നു. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുക്ന ഫൂൾ ജാതാ ഥാ. ഫൂൾ ജാന മറക്കുക, ഉൻകാ ഹാത്ത് ചലന അതായത് കൈ കൊണ്ട് ഇങ്ങനെ ഈ കുട്ടികളെ തല്ലാൻ തുടങ്ങിയാൽ, ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ, കുട്ടികളെ തല്ലാൻ തുടങ്ങിയാൽ നിർത്താൻ മറന്നു പോകുന്ന സ്വഭാവമായിരുന്നു ഈ മാത്തമാറ്റിക്സ് സാറിന് അല്ലെങ്കിൽ കണക്ക് മാഷിന്. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുക്ന ഫൂൾ ജാതാ ഥാ. കൂട്ടുകാർക്ക് ഇത്രയും മനസ്സിലായല്ലോ. നെക്സ്റ്റ് പാരഗ്രാഫ്. एक दिन सुरेंद्र जी माट साहब ने बेला के बालों में पंचा फंसाया, पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. उन्होंने बेला को छोड़ दिया. बेला के फैफीद चेहरे को देखकर साहिल बुरी तरह डर गया था. उसने देखा कि बेला के पाँव अभी भी कांप रहे हैं, जैसे वह खड़े खड़े अभी गिर जाएगी. सुरेंद्र जी माट साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. बेला का मन बहुत खराब हो गया. माट साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है. जब वह उसके पास आकर बैठी उससे नज़र नहीं मिला पाई. बच्चों आप देखिए, वहाँ एक प्रश्न है, जब वह उसके पास आकर बैठी उससे नज़र नहीं मिला पाई, क्यों. और नेक्स्ट पैराग्राफ. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बांधी थी. कोई उसे होए 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 सफ़ेद पट्टी कह रहा था, कुछ तो और कहकर सुल्ताना डाकू था, तो कोई कुछ ये क्या हो गया बेला, साहिल ने परेशान होते हुए पूछा. छत से गिर गई, बेला ने हंसते हुए कहा और कहा, बहुत दिन हो गए. आज खेल खंडी में गांधी चौक में लंगड़ी टांग खेलेंगे. नहीं खेलेंगे, तेरे सिर में फिर से लग जाएगी तो. नहीं लगेगी, बेला ने जिद की और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेल खंडी लंगड़ी टांग खेले. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. इसमें एक प्रश्न भी है. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. इसका मतलब क्या है? ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. കുട്ടികൾ इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. इसका मतलब क्या है? കുട്ടികൾ തൻ്റെ ചുറ്റും കളിക്കുന്ന കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ എന്നത്തേക്കാളും കൂടുതൽ പുഞ്ചിരിക്കുന്നത് പോലെ കാണപ്പെട്ടു അല്ലെങ്കിൽ തോന്നി. ഇതിൻ്റെ മത്ലബ് ക്യാ ഹേ, ഇസ്കാ മത്ലബ് ക്യാ ഹേ, ഇതിൻ്റെ അർത്ഥം എന്താണ്? കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. നമ്മൾക്കിനി മലയാളം മീനിങ് വീണ്ടും നോക്കാം. एक दिन सुंदर जी माट साहब ने बेला के बालों में पंजा फंसाया. ഒരു ദിവസം സുരേന്ദർ മാസ്റ്റർ ബേലായുടെ മുടിയിൽ പിടിച്ചു വലിച്ചു. പഞ്ച ഫസായ, മുടിയിൽ പിടിച്ചു വലിച്ചു. पर
शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. യഥാർത്ഥത്തിൽ ഏതൊരു തെറ്റ് കണ്ടിട്ടാണോ മാസ്റ്റർജി ബേലായുടെ മുടിക്ക് പിടിച്ച് വലിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ പിടിച്ച് ബേലായെ തള്ളാൻ തുടങ്ങിയത് അത് ഒരു തെറ്റേ ആയിരുന്നില്ല. ഉനോനെ ബേലാക്കോ ചോड़ दिया. അദ്ദേഹം ബേലായെ പിന്നെ വെറുതെ വിട്ടു. बेला के फयफीद चेहरे को देखकर साहिल बुरी तरह डर गया था. ബേലായുടെ ഭയചകിതമായ അല്ലെങ്കിൽ വിഷമിക്കുന്ന മുഖം കണ്ടിട്ട് സാഹിൽ ഒരുപാട് വിഷമിച്ചു. ഡർ गया. उसने देखा कि बेला के पाव अभी भी कांप रहे हैं. ബേലയുടെ കാലുകൾ ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആര് കണ്ടു? കിസ്നെ ദേഖാ? സാഹിലിനെ ദേഖാ. ജൈസേ വഹ് ഖടേ ഖടേ അഫി ഗിർ ജായേഗി. സാഹിലിന് തോന്നി അവൻ ഇപ്പോൾ താഴേക്ക് വീഴുമെന്ന് തോന്നി. जैसे वह खड़े खड़े अभी गिर जाएगी. सुरेंद्र जी माट साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. നിന്ന നിൽപ്പിൽ തന്നെ ബേല അപ്പോൾ തന്നെ വീഴുമെന്ന് തോന്നിയിരുന്നു. സുരേന്ദർ സാർ ബുക്ക് ബേലായുടെ സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിന്റെ സീറ്റിൽ പോയി ഇരിക്കൂ. ബൈട്ട് അപ്നി ജഗഹ് പർ. സീറ്റിൽ പോയി ഇരിക്കൂ. ബേലാ കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയാ. ബേലയുടെ മനസ്സ് ഒരുപാട് വിഷമിച്ചു. മാട്ട് സാബ് ചാഹെ മുझे പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹീ. മാട്ട് സാബ് എത്ര വേണമെങ്കിലും എന്നെ തല്ലിക്കോട്ടെ, പക്ഷേ അതൊരിക്കലും സാഹിലിൻ്റെ മുമ്പിൽ വെച്ചാകരുത്. വഹ് സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മഹസൂസ് കർ രഹി ഥി. സാഹിലിൻ്റെ മുന്നിൽ തനിക്ക് നാണം കെട്ടതുപോലെ ബേലായ്ക്ക് തോന്നി. ക്യോങ്കി വഹ് ജാൻതി ഥി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത്ത് അച്ചി ഹെ. കാര്യമെന്താ? ബേലയ്ക്ക് അറിയാമായിരുന്നു സാഹിലിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ സാഹിലിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ എപ്പോഴും നല്ല പെൺകുട്ടിയാണെന്ന്. जब वह उसके पास आकर बैठी उससे नसर नहीं मिला पाई. സാഹിലിൻ്റെ അടുത്തേക്ക് ബേല വന്നിരുന്നപ്പോൾ സാഹിലിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ ബേലയ്ക്ക് സാധിച്ചിരുന്നില്ല. अब बच्चों वहाँ भी एक प्रश्न है, देखिए. അവിടെ ഒരു ചോദ്യമുണ്ട്, എല്ലാവരും നോക്കൂ. जब वह उसके पास आकर बैठी उससे नसर नहीं मिला पाई क्यों. സാഹിലിൻ്റെ അടുത്തേക്ക് ബേല ഇരുന്നപ്പോൾ സാഹിലിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ ബേലയ്ക്ക് സാധിച്ചിരുന്നില്ല. ക്യോം, എന്താ കാര്യം? दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बांधी थी. ദീപാവലിയുടെ അവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ ബേലായുടെ തലയിൽ വെളുത്ത ബാൻഡേജ് സഫേദ് പട്ടി ബാന്ധി ഥി. വെളുത്ത ബാൻഡേജ് ഉണ്ടായിരുന്നു, കെട്ടിയിരുന്നു. വെളുത്ത ബാൻഡേജ് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. कोई उसे होए 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 सफ़ेद पट्टी कह रहा था. ചിലർ ബേലായെ വെള്ള ബാൻഡേജുകാരി എന്നും വേറെ ചിലർ എന്താ വിളിച്ചിരുന്നത്? തോ കോയി സുൽത്താന ടാക്കു, സുൽത്താന ഡാക്കു. തോ കോയി കുച്ച് ഔർ കഹ്കർ ചിഡ് രഹാ ഥാ. കൊള്ളക്കാരുടെ രാജ്ഞി സുൽത്താന ഡാക്കു. തോ കോയി കുച്ച് ഔർ കഹ്കർ. മറ്റു കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റു പല പേരുകളും വിളിച്ച് കളിയാക്കിയിരുന്നു. ചിഢാ രഹാ ഥാ, കളിയാക്കിയിരുന്നു. ये क्या हो गया बेला. സാഹിൽ ने परेशान होते हुए पूछा. എന്താ പറ്റിയത് ബേല? ബേലയ്ക്ക് എന്താ പറ്റിയത്? സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുയെ പൂച്ച. സാഹിൽ വിഷമത്തോടുകൂടി ചോദിച്ചു. ഛത്ത് സേ ഗിർ ഗയി. ബേലാനെ ഹസ്തേ ഹുയെ കഹ. ഞാൻ മുകളിൽ മേൽക്കൂരയിൽ നിന്ന്
അല്ലെങ്കിൽ ഇതെന്ത് പറ്റി ബേല എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് ജവാബുമേം ബേലാനെ കഹാക്കി ടെറസിൽ നിന്ന് വീണതാണ്. ഛത്ത് സേ ഗിർ ഗയി. ബേലാനെ ഹസ്തേ ഹുയെ കഹാ ഔർ കഹാ बहुत दिन हो गए आज खेल खंडी में गांधी चौक में ലങ്കടി ടാങ്ക് ഖേലേംഗെ. ബേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറയുകയാണ് ബേല, കുറേ ദിവസങ്ങളായി ഇന്ന് ഡ്രിൽ പീരീഡ് का हिंदी में यहाँ क्या कहते हैं? आज खेल खंडी में ड्रिल पीरियड में गांधी चौक में ലങ്കടി ഡാങ്ക് ഖേലേംഗെ. ലങ്കടി ഡാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റക്കാലിൽ ചാട്ടം കളിക്കാൻ നമുക്ക്. കിസ്നെ കഹാ? ബേലാനെ കഹാ. आज खेल खंडी में गांधी चौक में लंगड़ी टांग खेलेंगे. नहीं खेलेंगे, तेरे सिर में फिर से लग जाएगी तो. किसने कहा? साहिल ने कहा. नहीं खेलेंगे, വേണ്ട, നോ, ഇനി നമ്മൾ കളിക്കുന്നില്ല. നിന്റെ തലയിൽ വീണ്ടും മുറിവുണ്ടായാലോ ബേല? नहीं खेलेंगे, तेरे सिर में फिर से लग जाएगी तो. नहीं लगेगी, ഇനി അങ്ങനെ സംഭവിക്കില്ല. ബേലാനെ ജിദ് കി. ബേല ഷാഢ്യത്തിൽ പറഞ്ഞു. ഷാഢ്യം ജിദ്. नहीं लगेगी, बेलाने सिद्ध की. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेल खंडी लंगड़ी टांग खेले. അങ്ങനെ അവർ എന്നത്തെയും പോലെ തന്നെ എല്ലാ കുട്ടികളോടുമൊപ്പം ഗാന്ധി ചൗക്കിലെ മണലിൽ ഡ്രിൽ പീരീഡ് മുഴുവൻ ഒറ്റക്കാലിൽ ചാട്ടം കളിച്ചു. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. ഈ കുട്ടികൾ തൻ്റെ ചുറ്റും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ മറ്റു സമയത്തേക്കാൾ കൂടുതൽ ചിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു. എന്താ കാര്യം? क्यों? क्योंकि ये बच्चे अपने चारों ओर खेलते बच्चों को देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. എന്താ കാര്യം? എന്നത്തെയും പോലെ തന്നെ കുട്ടികളുടെ കൂടെ ഗാന്ധി ചൗക്കിലെ മണലിൽ ഡ്രിൽ പീരീഡ് മുഴുവൻ ഒറ്റക്കാലിൽ ചാട്ടം കളിക്കുന്നു. ആരാ? കോൻ? ബേല. ഈ കുട്ടികൾ തൻ്റെ ചുറ്റും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ മറ്റു സമയത്തേക്കാളും കൂടുതൽ ചിരിക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത്. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? ഇത്രയും വായിച്ചത് മലയാളം അർത്ഥവും മനസ്സിലായില്ലേ? പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും മീനിങ്സ് എല്ലാം എഴുതിയെടുക്കുന്നുണ്ടല്ലോ. വാക്കുകളെല്ലാം ഒന്നുകൂടി വായിക്കാം. ശർമിന്ദ, ഷെയിംഡ്, ലജ്ജിതനായ. ഷർമിന്ദ, അഷെയിംഡ്, ലജ്ജിതനായ. നസർ, കണ്ണ്, ദൃഷ്ടി, ഐ. സുൽത്താന ഡാക്കു, കൊള്ളക്കാരുടെ രാജ്ഞി. ബാലു, മണൽ, സാൻഡ്. കീൽ, നെയിൽ, ആണി. അസ്പതാൽ, ഹോസ്പിറ്റൽ. ആഖിരി ബാരി, ലാസ്റ്റ് ടേൺ. ഫൂര, ബ്രൗൺ. നിഷാൻ, സൈൻ, അടയാളം. ധൂൽ, ഡസ്റ്റ്, പൊടി. രഹ്ന, ടു സ്റ്റേ, താമസിക്കുക. പ്രിയപ്പെട്ട കുട്ടികൾ, എല്ലാ വാക്കുകളും നോട്ട്ബുക്കുകളിൽ വാക്കുകളെല്ലാം എഴുതുക. നോട്ട്ബുക്കുകൾ നന്നായി സൂക്ഷിക്കുക. വാക്കുകൾ നന്നായി വായിക്കാൻ ശ്രമിക്കുക. മീനിങ്ങുകളെല്ലാം പഠിക്കുക. നമുക്കിനി അടുത്ത പാരഗ്രാഫിലേക്ക് പോയാലോ? രവിവാർ കാ ദിൻ था.
साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था। वह एक स्टूल पर चढ़कर झूलता था। अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई। 1 इंच गहरा गड्ढा हो गया। उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया। उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है, सिर में पट्टी बंधवाने आई है। स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बांधी होती है और एक की पिंडली में सफ़ेद पट्टी वाले। ये दोनों कहीं पर भी साथ ही दिखाई देते। 5वीं कक्षा का रिजल्ट आ गया। दोनों छड़ी में आ गए। एक स्कूल 5वीं तक ही था। साहिल, अब तुम कहाँ पढ़ोगे? बेला ने पूछा। और तुम कहाँ पढ़ोगी बेला? साहिल ने पूछा। मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम? मुझे अगले साल अजमेर भेज देंगे। वहाँ एक हॉस्टल है, घर से दूर, वहाँ अकेला रहूँगा। क्यों साहिल? पता नहीं क्यों। तो यानी कि अब तुम फुलेरा में ही नहीं रहोगे? नहीं, तुम्हारा रिपोर्ट कार्ड दिखाना। साहिल बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का। आज आखिरी बारी वे एक दूसरे की कोई चीज़ को छूकर देख रहे थे। तुम्हारी आँख में आंसू क्यों आ रहे हैं बेला? मुझे क्या पता। बेला ने डबडबाई आँखों से हंसते हुए कहा। साहिल की आंखें बीरबहुटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था। बेला कहने लगी, मैं चिढ़ाऊं अब तुम्हें? रोनी सूरत साहिल, रोनी सूरत साहिल। बारिशें आने में 1.5 महीना बाकी था, लेकिन यह बारिशों से पहले की बारिश का एक दिन था। आसपास में घटाएं घिरी थी, धूल भरी तेज हवाएं चल रही थी, पानी बरस रहा था। फुलेरा कस्बे की बादल छाई एक गली में 5वीं से 6वीं में चली गई एक लड़की जा रही थी। उसके पूरे बाल बीरबहुटियों के रंग के लाल रिबन से बंधे थे। दूसरी दिशा को जाती एक गली में 5वीं से 6वीं में गया एक 11 साल का लड़का जा रहा था। इसकी पिंडली में बीरबहुटी के रंग का सा 1 इंच लंबा चोट का निशान था। और एक प्रश्न है, यह बारिशों से पहले की बारिश का एक दिन था। कहानी के प्रसंग में यह कैसे सार्थक होता है? കൂട്ടുകാരെ, നമ്മൾ ഇനി ബാക്കി മലയാളം അർത്ഥത്തിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിക്കുക. രവിവാർ കാ ദിൻ ഥാ. രവിവാർ ഏത് ദിവസമാണ് ഹിന്ദിയിൽ? രവിവാർ സൺഡേ, ഞായറാഴ്ചയായിരുന്നു. साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. സാഹിലിൻ്റെ വീട്ടിലെ വേപ്പുമരം, നീം കാ പേട്, വേപ്പുമരത്തിൻ്റെ ചില്ലയിൽ പിടിച്ച് ആടുകയായിരുന്നു. വഹി ഏക് സ്റ്റൂൾ പർ ചढ़कर झूलता था. അവൻ ഒരു സ്റ്റൂളിൽ കയറിയാണ് ആടിക്കൊണ്ടിരുന്നത്. स्टूल की एक कील साहिल की पिंडली में लग गई. अचानक मीन्स പെട്ടെന്ന്. स्टूल की एक कील, कील मीन्स ആണി, നെയിൽ.
സാഹിൽ की पिंडली में लग गई. പെട്ടെന്ന് പൊട്ടിയ സ്റ്റൂളിലെ ഒരു ആണി സാഹിലിൻ്റെ പിണ്ടലി മീൻസ് കാൽമുട്ടിന് താഴെയായി കാണുന്ന ഭാഗം. പിണ്ടലി മേ ലഗ് ഗയി മീൻസ് കൊണ്ടു, ആണി തറച്ചു. 1 इंच ഗഹര ഗഡ്ഡ ഹോ ഗയാ. 1 ഇഞ്ച് ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായി, അവിടെ താഴ്ന്നു പോയി കുറച്ച് ഭാഗം. ഉസേ സർക്കാരി अस्पताल में पट्टी बंधवाने के लिए ले जाया गया. അവനെ സാഹിലിനെ സർക്കാർ ആശുപത്രിയിൽ, ഗവൺമെൻറ് ആശുപത്രിയിൽ ബാൻഡേജ് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. സാഹിൽ കണ്ടു 2 പേർക്ക് മുന്നിലായിട്ട് देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. 2 പേർക്ക് മുന്നിലായിട്ട് ബേല നിൽക്കുന്നതായിട്ട് സാഹിൽ കണ്ടു. സിർമേം പട്ടി ബന്ധുവാനെ ആയി ഹെ. എന്തിനാണ് ബേല വന്നത്? ബേല വഹാൻ ക്യോ ആയി? സിർമേ പട്ടി ബന്ധുവാനെ ആയി ഹെ. തലയിൽ ബാൻഡേജ് ഇടാനാണ് വന്നത്. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. തലയിൽ ബാൻഡേജ് ഇടാൻ വന്നതായിരുന്നു ആര്? ബേല. സ്കൂളിൽ വരികയും പോവുകയും ചെയ്യുമ്പോൾ ഒരാളുടെ തലയിലും അതുപോലെ തന്നെ മറ്റേയാളിൻ്റെ കാലിലും എന്തുണ്ടായിരുന്നു? കെട്ട്. പട്ടി ബന്ദി ഹോത്തി और एक की पिंडली में. ഒരാളുടെ തലയിലും അതുപോലെ മറ്റേയാളിൻ്റെ കാലിലും കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. सफ़ेद पट्टी वाले ये दोनों कहीं पर भी साथ ही दिखाई देते. അതുപോലെ വെള്ള ബാൻഡേജ് ഇട്ട ഈ 2 പേരെയും എവിടെയും ഒന്നിച്ചു തന്നെ കാണാമായിരുന്നു. ഈ കുട്ടികളുടെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്, അതൊന്ന് ശ്രദ്ധിക്കുക. ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती है और एक की पिंडली में. सफ़ेद पट्टी वाले ये दोनों कहीं पर भी साथ ही दिखाई देते. സ്കൂളിൽ വരികയും പോവുകയും ചെയ്തിരുന്ന ഈ കുട്ടികളുടെ ഒരാളിൻ്റെ കാലിലും അതുപോലെ തന്നെ ഒരാളുടെ തലയിലും കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ 2 കുട്ടികളെയും ദിവസങ്ങളോളം ക്ലാസ്സിൽ ഇങ്ങനെ കാണാമായിരുന്നു. അതുപോലെ തന്നെ വെള്ള ബാൻഡേജ് ഇട്ട ഈ 2 പേരെയും എവിടെയും ഒരുമിച്ച് തന്നെ കാണാമായിരുന്നു. സഫേദ് പട്ടി വാലെ ഏ ദോനോ കഹീം പർ ഭി സാത്ത് ഹി ദിഖായി ദേത്തെ. അവരെ ഒരുമിച്ച് കാണാമായിരുന്നു. 5वीं कक्षा के റിസൾട്ട് ആ ഗയ. 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. दोनों छड़ी में आ गए. 2 പേരും 6ാം ക്ലാസ്സിലേക്ക് പാസ്സായി വന്നു. एक स्कूल 5वीं तक ही था. അതേസമയം ഈ സ്കൂളാണെങ്കിലോ 5ാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാഹിൽ अब तुम कहाँ पढ़ोगे? ബേലാനെ പൂച്ച. സാഹിൽ ഇനി എവിടെയാണ് പഠിക്കുന്നത്? കിസ്നെ പൂച്ച? ബേലാനെ പൂച്ച. ബേല സാഹിലിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ബേല, നീ ഇവിടെ പഠിക്കും, ഇനി നീ എവിടെയാ പഠിക്കുക? ബേല ചോദിച്ചു. और तुम कहाँ पढ़ोगी ബേല? സാഹിലിനെ പൂച്ച. ഇനി നീ എവിടെയാണ് പഠിക്കുക? സാഹിലിനെ പൂച്ച. ഇനി നീ എവിടെയാണ് പഠിക്കുക? സാഹിലിനെ പൂച്ച. സാഹിൽ ചോദിച്ചു. मेरे पापा कह रहे थे कि मुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम. എൻ്റെ അച്ഛൻ പറഞ്ഞത് ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ എന്നെ പഠിപ്പിക്കാമെന്നാണ്. നീയോ? और तुम നീയോ?
मुझे अगले साल अजमेर भेज देंगे, वहाँ एक हॉस्टल है, घर से दूर वहाँ अकेला रहूँगा. എന്നെ അടുത്ത വർഷം അജ്മീറിലേക്ക് അയക്കും, അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. ഖർസെ ദൂർ വഹാം അക്കേല രഹൂങ്ക, വീട്ടിൽ നിന്ന് ദൂരെ അവിടെ ഞാൻ ഒറ്റയ്ക്ക് കഴിയും. ക്യോ സാഹിൽ, അതെന്താ സാഹിൽ? പതാ നഹീ ക്യാ, അതെന്താണെന്ന് എനിക്കറിയില്ല. തോ യാനിക്ക് അബ് തും ഫുലേരാമേം ഹി നഹി രഹോഗേ, അതായത് ഇനി നീ അപ്പോൾ ഒരിക്കലും ഫുലോറയിൽ കാണില്ലേ, താമസിക്കില്ലേ. നഹീം തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന, ഇല്ല നിന്റെ റിപ്പോർട്ട് കാർഡ് കാണിക്കൂ. റിപ്പോർട്ട് കാർഡ് മീൻസ് പ്രോഗ്രസ് റിപ്പോർട്ട്. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ, സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരുന്നു. और बेला साहिल का, बेला साहिलिൻ്റെയും റിപ്പോർട്ട് കാർഡ് നോക്കി. आज आखिरी बारी वे एक दूसरे की कोई चीज़ को छूकर देख रहे थे, ഇത് അവസാനമായിട്ടാണ് അവർ ഒരാളിൻ്റെ അതായത് ഇത് അവസാനമായി അവർ പരസ്പരം ഏതോ വസ്തുവിനെ തൊട്ട് നോക്കിക്കൊണ്ടിരുന്നു. അഗ്ലാ പാരഗ്രാഫ്, അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. തുമാരി ആँख में आंसू क्यों आ रहे हैं ബേല, എന്താ ബേല കണ്ണിൽ കണ്ണുനീര് വരുന്നത് എന്താ? മുझे क्या पता, बेला ने डबडबाई आंखों से हंसते हुए कहा, ബേല നിറഞ്ഞ കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. साहिल की आंखें बीरबहूठी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. സാഹിലിൻ്റെ കണ്ണുകൾ ചുവന്ന മഴക്കാലത്തുള്ള ആ ബീർബഹൂഡികളെ പോലെ അല്ലെങ്കിൽ ആ കീടങ്ങളെ പോലെ ചുവന്നതാകാൻ തുടങ്ങി. ബൂന്തോം സ പാനി ഫർഗിയ ഥ, ബാരിഷ് കി ബൂന്തോം സ, ബാരിഷ് മീൻസ് മഴ, ബൂന്തോം സ പാനി ഫർഗിയ ഥ, അവയിൽ മഴത്തുള്ളികൾ പോലെ വെള്ളം നിറഞ്ഞിരുന്നു. എവിടെ? സാഹിലിൻ്റെ കണ്ണുകളിൽ. സാഹിൽ കി ആँखों में बारिश की बूंदों सा पानी भर गया था. ബേല कहने लगी, ബേല വീണ്ടും പറയാൻ തുടങ്ങി. മേൻ ചിടാവൂ അബ് തുമേം, എന്താ ബേല പറഞ്ഞത്? ബേല ക്യാ കഹ, ബേലാനെ ക്യാ കഹ, ബേലാനെ കഹാ കി, ബേല പറയാൻ തുടങ്ങി, ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ. ക്യാ മേം ചിടാവും തുമേം, ക്യാ ചിടാവും അബ് തുമേം. രോനി സൂരത് സാഹിൽ, രോനി സൂരത് സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിൽ. നെക്സ്റ്റ് പാരഗ്രാഫ്. ബാരിഷേം ആനേമേം ഢേഡ് മഹീന ബാക്കി ഥാ, മഴക്കാലം വരാൻ 1.5 മാസം ബാക്കിയുണ്ടായിരുന്നു ഇനിയും. ലേക്കിൻ യഹ് ബാരിഷോം സേ പെഹലെ കി ബാരിഷ് കാ ഏക് ദിൻ ഥാ, എന്നാലോ പക്ഷേ ഇത് മഴയ്ക്ക് മുമ്പ് മഴയുള്ള ഒരു ദിവസമായിരുന്നു. ആസ്മാൻ മേം ഘട്ടായേം ഖിരി ഥി, മഴയുള്ള ഒരു ദിവസമായിരുന്നു അത്, ആകാശം മേഘങ്ങളാൽ നിറഞ്ഞിരുന്നു. ധൂൾ ഭരി തേസ് ഹവായേം ചൽ രഹി ഥി, അതുപോലെ തന്നെ പൊടി നിറഞ്ഞ ശക്തമായ കാറ്റ്, ധൂൾ പൊടി, തേസ് ഹവായേം ശക്തമായ കാറ്റ്, ചൽ രഹി ഥി വീശുന്നുണ്ടായിരുന്നു. പാനി ബർസ് രഹാ ഥാ, മഴ പെയ്തു തുടങ്ങിയിരുന്നു അപ്പോൾ. फुलेरा कस्बे की बादल छाई एक गली में 5वीं से 6वीं में चली गई एक लड़की जा रही थी. ഫുലേറ നഗരത്തിലെ അല്ലെങ്കിൽ സിറ്റിയിലെ മേഘം വ്യാപിച്ചു കിടന്നിരുന്ന ഒരു തെരുവിൽ 5ാം ക്ലാസ്സിൽ നിന്നും 6ലേക്ക് കടക്കുന്ന ഒരു പെൺകുട്ടി നടന്നു പോകുകയായിരുന്നു. ഉസ്കെ ഫൂരെ ബാൽ ബീർബഹൂട്ടിയോं के रंग के लाल रिबन से ബന്ദ് ഥേ, ആ പെൺകുട്ടിയുടെ തവിട്ട് നിറമുള്ള മുടി, ഫൂരെ രംഗ് കെ ബാൽ, തവിട്ട് നിറമുള്ള മുടി, ചുവന്ന മഴക്കാല ബീർബഹൂട്ടിയുടെ നിറമുള്ള ചുവന്ന റിബൺ കൊണ്ട് കെട്ടിവച്ചിരുന്നു.
दूसरी दिशा को जाती एक गली में 5वीं से 6वीं में गया एक 11 साल का लड़का जा रहा था. എതിർ ദിശയിലേക്ക് दूसरी दिशा को जाती एक गली में 5वीं से 6वीं में गया एक 11 साल का लड़का जा रहा था. എതിർ ദിശയിലേക്ക് പോകുന്ന സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു പട്ടണ പ്രദേശത്ത് അല്ലെങ്കിൽ തെരുവിൽ 5ൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് കടന്നു പോകുന്ന അല്ലെങ്കിൽ ജയിച്ച് പോയ 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയും നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ उसकी पिंडली में बीरबहूटी के रंग का सा 1 इंच लंबा चोट का निशान था. അവൻ്റെ ആ ആൺകുട്ടിയുടെ കാലിൽ ചുവന്ന ബീർബഹൂട്ടിയുടെ നിറം പോലെ 1 ഇഞ്ച് നീളമുള്ള മുറിവിൻ്റെ അടയാളവും ഉണ്ടായിരുന്നു. നിഷാൻ സൈൻ അടയാളവും ഉണ്ടായിരുന്നു. ശരി കൂട്ടുകാരെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒരുപാട് തവണ പുസ്തകം വായിക്കണം, മനസ്സിലാകുന്നത് വരെയും വായിക്കണം, മീനിങ്ങുകളെല്ലാം നന്നായി പഠിക്കണം. ഈ ഒരു പാഠം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രശ്നോത്തരിയിലേക്ക് വരാം. പ്രശ്ന और ഉത്തർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കണം, വാക്കുകൾ വായിച്ച് പഠിക്കണം. നന്ദി, നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.